ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിത് വന്നിട്ടുള്ളത് ചിയ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ് ആണിത്. ഓവർ തടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒരു മീലായിട്ട് തന്നെ ഇത് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇതിൽ വയറ് കുറയ്ക്കാനും പറ്റും, വയറ്റിലെ കൊഴുപ്പിനെ ഒരുക്കി കളയാനും ഒക്കെ വളരെ നല്ലൊരു പുഡിങ്ങാണിത്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്, ഫൈബറിൻ്റെ കണ്ടൻറ്റൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഒരു മീലായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു ബൗളിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കുതിരാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ രാത്രി ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രാത്രി ഫ്രിഡ്ജിൽ ഇതേപോലെ ഇട്ട് വെച്ചിരുന്നിട്ട് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ചിയ സീഡ്സിൽ. ആൻറ്റി ഓക്സിഡൻറ്റും കാൽസ്യം ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിശപ്പ് ഉണ്ടാവത്തില്ല. ഫൈബറൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ളതാണ് ഈ ചിയ സീഡ്സിൽ. പ്രോട്ടീനും ഫൈബറും എല്ലാം ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തടി കുറയ്ക്കാനും വയറ്റിലെ കൊഴുപ്പ് ഉരുക്കി കളയാനും ഒക്കെ ഒത്തിരി നല്ലൊരു ഇതാണ് ചിയ സീഡ്സ്. അതായത് രാത്രി വെച്ചിട്ട് ഞാൻ രാവിലെ എടുത്തതാണ്. നന്നായിട്ട് പാലിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് രാത്രി കഴിക്കാനാണെങ്കിൽ രാവിലെ ഇതേപോലെ വെള്ളത്തിയിട്ട് പാലിൽ ചേർത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് അരിയൊന്നും ഇല്ലാത്ത കറുത്ത മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണം, ആപ്പിൾ വേണമെങ്കിലോ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സായിട്ട് ബദാമും, നിങ്ങൾക്കുള്ള കയ്യിലുള്ള അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ്, 5-6 ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പംകിൻ സീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാൾനട്ട് കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് നല്ലതാണ് ഇതൊക്കെ കഴിക്കുന്നത്. പിന്നെ കുറച്ച് തേൻ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മൾ പഴത്തിനൊക്കെ നല്ല മധുരമുള്ളതാണ് മുന്തിരിങ്ങയ്ക്കൊക്കെ. ഞാൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ പോലും കത്തിക്കാത്ത രീതിയിൽ നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നമ്മൾ ഓവർ തടി ഉള്ളവർ ഇത് ഒരു മീലായിട്ട് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമായിട്ടൊക്കെ കഴിച്ചാൽ നമുക്കുള്ള വയറ്റിലെ കൊഴുപ്പൊക്കെ ഉരുകിപ്പോയി നമുക്കുള്ള വണ്ണം, ഓവർ തടിയൊക്കെ കുറഞ്ഞ് കിട്ടുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.